സമീറയും വൈശാഖും വീണ്ടും ഒരാളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ഈ ദുബായ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഈ ഒരു സിറ്റിയിൽ ഒരുപാട് ആൾക്കാർ ദിവസവും വന്നു പോകുന്നുണ്ട്. വരുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു നഗരം കാണാൻ എത്രമാത്രം ഭംഗിയാണെന്നുള്ള കാര്യം. ഈ നഗരത്തിനെ ഇത്ര ഭംഗിയായി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു മലയാളിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു മലയാളിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും മികച്ച ക്ലീനിങ് സ്റ്റാഫ് എന്നുള്ളൊരു അവാർഡ്, ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ്സും സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയായ മുഹമ്മദ് കുട്ടി എന്ന ഒരു ഇക്കയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഇക്ക കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും മികച്ച ക്ലീനിങ് സ്റ്റാഫ് എന്നൊരു അവാർഡ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യവും ലഭിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് കിട്ടുമ്പോൾ നമ്മളെ ജോലിയിൽ ഒന്നുകൂടി ഒരു ഉഷാറായിട്ട് വരും. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് എപ്പോഴും ജോലി ചെയ്യുന്നത്. നമുക്ക് ഏൽപ്പിച്ചിരുന്ന ആ ജോലി വളരെ ഭംഗിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് ആ ജോലിയുടെ ഒരു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ എനിക്ക് കരസ്ഥമാക്കുന്നത്. ഞാൻ ഇതുവരെ നമുക്ക് കളങ്കമായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ ഇതൊക്കെ പണി ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ തന്നെയാണ് ഞാൻ 13 വർഷമായിട്ട് പണിയെടുക്കുന്നത്. ഇവിടെ തന്നെ ഇതുവരെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. കംപ്ലയിൻറ്റ് വരാതെ ഞാൻ എപ്പോഴും അത് സൂക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായി? ഇവിടെ എത്തിയിട്ട് 15 വർഷമായി. 15 വർഷമായിട്ടും ഇതേ ജോലിയാണ് ചെയ്തത്? ഇതേ ജോലി തന്നെയാണ്. അവരെ വിസയിലാണ് ഇവിടെ വന്നത്, ദുബായ് മുനിസിപ്പാലിറ്റിയുടെ വിസയിലാണ്. ശരി ശരി. എൻ്റെ കൂടെ ഒരുപാട് ഇങ്ങനെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഇക്ക ചെയ്യുന്ന ജോലി കുറച്ചുകൂടി നല്ലതായിട്ട് മാറുന്നത്? അത് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തരുന്ന ജോലി ഉണ്ടല്ലോ, അത് എപ്പോഴും വൃത്തിയായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ആസ്ട്ര ക്ലീനിങ് ആയാലും എന്ത് ഇത് പറഞ്ഞാലും നമ്മളത് അപ്പം ചെയ്യും. നമ്മുടെ ഫോർമാൻ എന്ത് പറയുന്നത് അത് നമ്മൾ ഓക്കെ. അല്ലാതെ മറിച്ച് നമ്മൾ വേറൊരു മറുപടി അവരോട് പറഞ്ഞില്ല, പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളോട് എന്ത് പറയണം അത് നമ്മളോട് കഴിയുന്നതാണ് നമ്മൾ ചെയ്യും. ശരി. ഈ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുണ്ടായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ജോലി പ്രതീക്ഷയായിരുന്നു വന്നത്? അല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഈ ജോലി പ്രതീക്ഷിച്ചിട്ടാവുന്നത്. നമ്മൾ നാട്ടിലായാലും എവിടെ ആയാലും നമുക്ക് എന്ത് ജോലി നമ്മളെ എടുക്കാൻ കഴിയണം അത് നമ്മൾ എടുക്കണം. നമ്മളെ മക്കളെ പിന്നെ കൊറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. എവിടെ ആയാലും നാട്ടിലായാലും ഇവിടെ ആയാലും. നാട്ടിൽ ഞാൻ സെൻട്രിങ്ങിൻ്റെ പണിയെടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ക്ലീനിങ് ബിസൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്കറിയാം. പക്ഷെ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഈ ജോലി ചെയ്യുന്ന എനിക്ക് ഒരു ചമ്മലില്ല. ഞാൻ പറയും എനിക്കൊരു ചമ്മലില്ല, അതിന് ചമ്മണം. നമ്മൾ ഏത് ചെയ്യുന്ന ജോലി ആയാലും അതിനൊരു ഇതുണ്ട്, പവറുണ്ട്. ഇത്രയും നാളത്തെ ഒരു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ സങ്കടം തോന്നിയോ? ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഇപ്പം എൻ്റെ വലിയ ഒരു മുഴുവൻ അദ്ദേഹമൊക്കെ എൻ്റെ ഇവിടെ വന്നിട്ട് അപ്പുറത്ത് ഈ ഹോട്ടലിന് നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജോലി വളരെ നല്ല, പിന്നെ ഏറ്റവും നല്ല ജോലിയാണ്, നല്ല ജോലി ചെയ്യുന്നത്. അയാൾ ഫോട്ടോ എടുത്തിട്ടാണ് എനിക്ക് അവാർഡ് അന്ന്. നാട്ടിലാരൊക്കെയുണ്ട്? നാട്ടിലെ ഉമ്മ, ഉപ്പ, പിന്നെ ഒരു അനിയുണ്ട്, പിന്നെ 2 സിസ്റ്റർമാരുണ്ട്, ഭാര്യ, 2 കുട്ടികളുണ്ട്. വലിയ കുടുംബമാണ്. മോന് സിവിലിന് പഠിക്കുന്നു, മോള് 9ാം ക്ലാസ് പഠിക്കുന്നു. ഇക്കടെ ഡ്യൂട്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5 മണിക്ക് സ്റ്റാർട്ടാവും, 12 മണി മുതൽ 5 തൊട്ട് 11 വരെ. അതിനുശേഷം ഡ്യൂട്ടി ഇല്ല. എല്ലാവിധ ആശംസകളും. ഇനി ദുബായ് നഗരം നല്ല ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇക്കാർക്കും ഇക്കയുടെ കൂടെയുള്ളവർക്ക് കഴിയട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇക്കയെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. കാരണം ഇത്രയും വലിയൊരു നേട്ടം നേടുക എന്ന് വെച്ചാൽ അത് ചെറിയൊരു കാര്യമൊന്നുമില്ല. കാരണം ദുബായ് പോലെയുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റി അത് എത്ര ഭംഗിയാക്കാമോ അതിനകത്ത് പങ്കുവഹിക്കുന്ന ഒരാളാണ് മുഹമ്മദ് കുട്ടിക്ക. കോട്ടയ്ക്കൽ സ്വദേശിയാണ്. ഇതുപോലെ പലരെയും നമ്മൾ വഴിയിൽ കാണാറുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. ഇതുപോലെ ഒരുപാട് അൺസൺ ഹീറോസ് ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അവർ ചേർന്നിട്ടാണ് ഈ ഒരു നഗരം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും ഇക്കാർക്കും ഇക്കയുടെ കുടുംബത്തിനും ഞങ്ങൾ അറിയിക്കും കേട്ടോ. ഞങ്ങളുടെ വക ഒരു ചെറിയൊരു സമ്മാനം ഇക്കയ്ക്ക് എത്തുകയാണ് കേട്ടോ.